പോകുന്നു ഫോക്കസ് നമ്പർ 2 9ാം നാൾ ജാമ്യം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് 9ാം നാൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ഇന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എതിർക്കില്ല എന്ന് അമിത്ഷായുടെ ഉറപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും സാങ്കേതികമായി പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അത്തരം സാങ്കേതികമായ ചില എതിർപ്പുകൾ മാത്രമാണ് ഉണ്ടായത്. അതിനൊടുവിൽ ഇപ്പോൾ സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും ജയിൽ മോചിതയായിരിക്കുകയാണ്. ഈ ജാമ്യ ഉത്തരവ് കോടതിയിൽ എത്തിച്ച് അവർ ജയിൽ മോചിതയായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ വിശദമായി തന്നെ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്ന് വിശദമായി നോക്കിയാൽ, ജാമ്യ ഹർജിയെ സെഷൻസ് കോടതിയിൽ എതിർത്ത പ്രോസിക്യൂഷൻ NIA കോടതിയിൽ നിലപാട് മയപ്പെടുത്തി. അവർ നിലപാട് മയപ്പെടുത്തി ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പൂർണ്ണമായി ഖണ്ഡിച്ചില്ല. പകരം ജാമ്യാപേക്ഷയെ സാങ്കേതികമായി എതിർക്കുക എന്ന രീതി മാത്രം തുടർന്നു. മനുഷ്യക്കടത്ത്, മതപരിവർത്തന കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമൃതോ ദാസ് വാദിച്ചു. 5ാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി. ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണ്ണമായ രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റങ്ങളാണ് എന്നാണ് അഭിഭാഷകൻ അമൃതോ ദാസ് വാദിച്ചത്. ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞ ബിലാസ്പൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത്. കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന യുവതികൾ ക്രൈസ്തവരാണ് എന്ന് കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു. യുവതികൾ ക്രൈസ്തവരെന്ന് മൊഴിയുണ്ട്. പെൺകുട്ടികൾ പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ്. ഒപ്പം കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ കോടതി കേസെടുത്തത് വെറും സംശയത്തിന്റെ പേരിൽ മാത്രമാണ് എന്നും ചൂണ്ടിക്കാട്ടി. കേസ് ഡയറിയിൽ നിന്ന് ഇത് വ്യക്തമാണ് എന്ന് കോടതി പറഞ്ഞു. അതിനുശേഷം കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, രാജ്യം വിട്ടുപോകരുത് എന്നിവയാണ് മറ്റുപാധികൾ. നമുക്ക് അഭിഭാഷകൻ അമൃതോദാസിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. न्यायालय द्वारा कल पूरा आदेश सुरक्षित रखा गया था और आज उन्होंने आदेश पारित किया है। माननीय न्यायालय ने सभी को बेल ग्रांट किया है और इस शर्त पे बेल ग्रांट किया है कि उनको 50,000 की श्योरिटी देनी है, 50,000 की, और 2 उसमें श्योरिटीज को जमा करना है जमानत। साथ ही साथ में एक शर्त यह है कि उनको अपने पासपोर्ट जमा करने पड़ेंगे, वो देश छोड़ के बाहर नहीं जा पाएंगे। और साथ ही ये भी है जो कंडीशन न्याय में ऑलरेडी प्रिस्क्राइब्ड है कानून में कि उनको थाने में, कंसर्न थाने में इन्फॉर्मेशन देनी पड़ेगी और आगे के लिए जो भी इन्वेस्टिगेशन होगा उसमें कोऑपरेट करना। ഇന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകർ ഒന്നും തന്നെ കോടതിയിലെത്തിയില്ല. നമുക്കറിയാം, സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകർ കോടതിയിലുണ്ടായിരുന്നു. ഏതാണ്ട് ജാമ്യം തള്ളുന്നു അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ തന്നെ അവിടെ കോടതിക്ക് പുറത്ത് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു വലിയ ആഘോഷമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടേക്ക് വന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രവുമല്ല, കോടതിയിൽ അവരുടെ അഭിഭാഷകർ പോലും എത്തിയില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇത് ജാമ്യം 9ാം നാൾ ജാമ്യം ലഭിക്കുമ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് തങ്ങൾ കാത്തിരുന്നത് എന്നാണ് ഈ സിസ്റ്റർമാരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത്. നീതി കിട്ടി എന്ന ഒരു ബോധ്യം അവർക്കിപ്പോൾ ഉണ്ട്. തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല, തങ്ങളുടെ കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചതെന്ന് അവർ പറയുന്നു. മാത്രവുമല്ല, ജാമ്യം മാത്രം പോരാ, ഈ കേസ് തന്നെ റദ്ദാക്കണം എന്ന ഒരു ആവശ്യവും സിസ്റ്റർ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും കുടുംബാംഗങ്ങൾ പറഞ്ഞു. വടക്കേ ഇന്ത്യയിലുടനീളം എത്രയോ പാവപ്പെട്ട കന്യാസ്ത്രീമാരാണ് സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് കാവലാകുകയും ചെയ്യേണ്ടവർ അവരെ കൽത്തുറുങ്കിലടയ്ക്കുന്നത് കഠിനമായ വേദന ഉളവാക്കുന്ന കാര്യമാണ്. മേലിൽ ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. അവരെ തടസ്സപ്പെടുത്തുകയോ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യുന്നത് കാടത്ത നീതിയാണ്. നമുക്ക് വേണ്ടത് നന്മപക്ഷമാണ്. അതുകൊണ്ട് ആ നന്മപക്ഷത്തിൻ്റെ വക്താക്കളാകാൻ
ജാതി മത ഭേദമെന്നി എല്ലാവർക്കും ആകട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും. ഒപ്പം നിന്നവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും. സന്തോഷം, അതീവ സന്തോഷം. ഞാൻ അതെ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. എല്ലാവരും, എല്ലാ പാർട്ടികളും, കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടൽ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയായിരുന്നു CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഈ കേസ് റദ്ദാക്കണം, ഒപ്പം തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്ന അതിനെതിരെ നിൽക്കുന്ന തീവ്രവാദികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം എന്നുകൂടി മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. തെറ്റായ കേസിന്റെ പേരിൽ ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതിന് സഹായിച്ച എല്ലാവർക്കും, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, എല്ലാവർക്കും സർക്കാരിന് നന്ദി പറയുന്നു. ഇനി പ്രകാരം ഉള്ള കേസുകൾ വരാതിരിക്കാൻ, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാൻ, വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ഭാരതത്തിലെ ബന്ധപ്പെട്ട എല്ലാവരോടും പറയുകയാണ്. ഭാരതം ഒന്നാണ്, നമ്മളൊക്കെ ഭാരതീയരാണ്. എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, തീവ്രവാദ ഗ്രൂപ്പുകൾ ഇല്ലാതാകാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ മധുരം പങ്കിട്ടാണ് ആ വാർത്ത സ്വീകരിച്ചത്. ഒപ്പം തന്നെ മന്ത്രി P. രാജീവും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഈ നിയമം എപ്പോൾ വേണമെങ്കിലും ഏത് വിധത്തിലും ദുരുപയോഗം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള നിയമമാണ് എന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണം എന്ന കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതപരിവർത്തന നിരോധന നിയമം ശരിക്കും ഭരണഘടനയ്ക്ക് നിരക്കാത്ത രൂപത്തിൽ ഒരു നിയമം നിലനിൽക്കുന്നു. ആ നിയമം ഇപ്പോൾ വന്നിട്ട് BJP ഗവൺമെൻറ് സമയത്ത് വന്നു, കോൺഗ്രസ് ഗവൺമെൻറ് സമയത്ത് തുടർന്നു, ഇപ്പോൾ വീണ്ടും ആ നിയമം തുടരുകയാണ് ചെയ്യുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മാത്രവുമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഭീതിതമായ സാഹചര്യമാണുള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. തീർച്ചയായും ജാമ്യം കിട്ടിയതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു. കാരണം ചെയ്യാത്ത കുറ്റത്തിന് കഴിഞ്ഞ 9 ദിവസമായിട്ട് ഈ 2 പ്രായമായ കന്യാസ്ത്രീ അമ്മമാർ ജയിലിലായിരുന്നു. അതേസമയം ബജറംഗ് ദളിന് വേണ്ടി വന്ന അഭിഭാഷകരെല്ലാം ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, വലിയ ക്രിമിനലുകളെ പോലെ, വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസ്ത്രീമാരെ കുറിച്ച് ഇവർ പറഞ്ഞ് പരത്തിയിരുന്നത്. അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു. സംഘപരിവാറിന് ബജറംഗ് ദളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഗവൺമെൻറ്റിനെ, ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമത്തെ അതിജീവിച്ചു എന്നായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിന്റെ പ്രതികരണം. കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്നും S. സുരേഷ് പ്രതികരിച്ചു. കഴിഞ്ഞ 9 ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടിയത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, കോൺഗ്രസ് സർക്കാർ ഛത്തീസ്ഗഡിൽ നടപ്പാക്കിയ നിയമപ്രകാരമാണ് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ നിയമം ജാമ്യമില്ലാ വകുപ്പാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കേരളത്തിന്റെ പൊതു താൽപര്യപ്രകാരവും അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ താൽപര്യപ്രകാരവും അവർ നിരപരാധികളാണ് എന്നും അല്ലെങ്കിൽ അവർ ജാമ്യത്തിന് അർഹരാണ് എന്നും നിയമപരമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ സംഭവമുണ്ടായ അന്നു മുതൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടന്നത്.
അതിന്റെ വിജയമാണ്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായത് BJP സംസ്ഥാന നേതൃത്വമാണ്. ആ ഒരു ആശ്വാസമാണ് ആദ്യം പ്രതികരിച്ച S. സുരേഷിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ച വിവരങ്ങൾ പുറത്തു വന്നപ്പോഴുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് 3:45 കൂടിയാണ് കന്യാസ്ത്രീകളുടെ മോചനമുണ്ടായത്. അവർ 9 ദിവസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കളും അവിടെ കാത്തുനിന്നിരുന്നു. അവിടെ ദിവസങ്ങളായി ഉണ്ടായിരുന്ന റോജി എം ജോൺ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ, MLA, ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് LDF പ്രതിനിധി സംഘമായിരുന്നു. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വലിയ ആഘോഷപൂർവ്വം തന്നെ അവരെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടു. ഈ വിഷയത്തിൽ നേരിട്ട് ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്തുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടുവരെ കരുനീക്കിയത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിലേക്ക്. ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് അവര് നടപ്പിലാക്കി. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം ഞാൻ കണ്ടു. അവരെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇതൊരു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എനിക്ക്. ഞങ്ങൾ ഇത് ഇറങ്ങി 5 ദിവസം മുമ്പ് ഇറങ്ങി ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തു. അതെ, അധ്വാനിച്ചു. ഞങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. സഭ ഞങ്ങളോട് പറഞ്ഞു സഹായിക്കണം. ഞങ്ങൾ സഹായിച്ചു. ശരി, എന്തായാലും ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതേസമയം ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായത്. അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ്. അപ്പോഴും കേസ് റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നിലുണ്ട്. അതിലൊക്കെ എന്ത് നടപടികൾ ഉണ്ടാകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. രാഷ്ട്രീയ വിഷയമായി കൂടി കേരളത്തിൽ മാറിയ സംഭവമാണ് ഇത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അനുരണനങ്ങൾ എങ്ങനെയാണ് എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ക്രൈസ്തവ സമൂഹം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ, വരാൻ പോകുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രസക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ മലയാളി കന്യാസ്ത്രീകളുടെ ഈ അറസ്റ്റ് ഉയർത്തിയ വലിയ പ്രതിഷേധങ്ങൾ അവസാനിക്കും മുൻപ് തന്നെയാണ് ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന വാർത്ത, ഒരു ആരോപണം മലയാളി പാസ്റ്റർക്കെതിരെ രാജസ്ഥാനിൽ ഉയരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തുക, ഒപ്പം തന്നെ മതവിശ്വാസത്തെ അപമാനിക്കുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ഈ പാസ്റ്റർക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലാണ് സംഭവം. അത് വലിയ പ്രതിഷേധത്തിന് വീണ്ടും ഇടയാക്കുകയാണ്. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തിയെന്നും വളരെ ഭീതിതമായ സാഹചര്യമാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ ഈ സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചത് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ യുവതികളുമായി ഇരുന്ന കന്യാസ്ത്രീകളെ കണ്ട് അവിടെ വിചാരണയ്ക്കെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. ഇവിടെ രാജസ്ഥാനിലും ഇപ്പോൾ അവർ തന്നെയാണ് പാസ്റ്റർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വളരെ ഭീതിയോടെയാണ് കഴിയുന്നത് എന്നതാണ് പാസ്റ്റർ പറഞ്ഞത്.